മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ തളർച്ച അനുഭവപ്പെടുന്നുണ്ടോ? സ്ട്രെസ് അങ്ങനെയാണ്. സ്ട്രെസ് നിങ്ങളെ ഒരു ദിവസം കൊണ്ട് കൊല്ലില്ല. പക്ഷേ ദിവസവും നിങ്ങളുടെ ആരോഗ്യവും എനർജിയും ഉറക്കവും ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ വീഡിയോ അവസാനം വരെ കാണുക. സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഈ ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് നമുക്കൊന്നും സംഭവിക്കില്ല. പക്ഷേ അത് കൂടുതലാവുമ്പോൾ, സ്ട്രെസ്സ് നമുക്ക് വരുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള കോർട്ടിസോളിൻ്റെ അളവ് കൂടുന്നു. ഈ കോർട്ടിസോൾ കൂടുതലായി കഴിഞ്ഞാൽ അത് നമുക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്നു, പ്രമേഹത്തിലേക്ക് വഴിതെളിക്കുന്നു, ഒബീസിറ്റി ഉണ്ടാകുന്നു. ഇതുപോലെയുള്ള അസുഖങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. നിങ്ങൾക്ക് ഡെയിലി ക്ഷീണം അനുഭവപ്പെടുക, ഉറക്കം കുറവായിട്ട് അനുഭവപ്പെടുക, എനർജി ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോവുക, തലവേദന എടുക്കുക, കഴുത്ത് വേദന എടുക്കുക, അതുപോലെ തന്നെ ദഹന പ്രക്രിയയ്ക്ക് പ്രശ്നങ്ങളുണ്ടാകുക, ഇതുപോലെയൊക്കെയുള്ള പ്രോബ്ലംസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളതിനെ കറക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം സ്ട്രെസ് എന്ന നിശബ്ദ കൊലയാളി നിങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണിത്. അപ്പം ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. സ്ട്രെസ്സിനെ കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾ ബ്രീത്തിങ് എക്സർസൈസ് പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ തന്നെ നടക്കാൻ പോവുക, ഉറക്കം കറക്റ്റ് സമയത്താക്കുക, സ്ക്രീൻ ടൈം കുറയ്ക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ഫോളോ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതിന് കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക. സ്ട്രെസ്സ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. എന്നാൽ ജീവിതത്തിനെ കൺട്രോൾ ചെയ്യുന്നത് സ്ട്രെസ് ആവരുത്. ആ ഒരു രീതിയിലേക്ക് പോവാതെ നമ്മളതിനെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ നിങ്ങളതിനുള്ള തീരുമാനമെടുക്കുക, ശീലങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി അത് ചെയ്യാനായിട്ട് നോക്കുക. ഇങ്ങനെ നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നത്. കൂടുതൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെട്ടു എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ സ്ട്രെസ് മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ മാറുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ ജയന്തി പ്രകാശ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.